ദേശീയപാതയിലെ കച്ചവടക്കാരാണ് കളർ ചായപ്പൊടി കൂടുതലായി ഉപയോഗിക്കുന്നത്. ചായ കുടിക്കുന്നത് സ്ഥിരം ആളുകളല്ല എന്നതാണ് പ്രധാന കാരണം. നിലവിലുള്ള വിവരമനുസരിച്ച് തമിഴ്നാടാണ് കളർ ചായപ്പൊടിയുടെ പ്രധാന കേന്ദ്രം. കളർ ചായപ്പൊടി അന്വേഷിച്ച് പുറപ്പെട്ട മാതൃഭൂമി ന്യൂസ് സംഘത്തിനും അത് ഉറപ്പിക്കാനായി. കൂടുതൽ ചായ കിട്ടുന്ന കുറഞ്ഞ വിലയുള്ള പൊടി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. ഇവിടെ നല്ല തേയില മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മറ്റൊരു കട ചൂണ്ടിക്കാട്ടി തന്നു. ഏതു തരത്തിലും പെട്ട ചായപ്പൊടി ഇവിടെ കിട്ടും. വിവിധ പൊടികൾ പല അനുപാതത്തിൽ ചേർത്ത മിശ്രിതം പാക്കറ്റിലാക്കിയും അല്ലാതെയും ലഭിക്കും. കളർ മിശ്രിതം ഒരുക്കുന്ന വട്ടപാത്രം കടയിൽ തന്നെയുണ്ട്. പണം അക്കൗണ്ടിലിട്ടാൽ കളർ ചായപ്പൊടി കൊറിയർ വഴി അയച്ചു തരാമെന്ന ഉറപ്പും ഞങ്ങൾക്ക് നൽകി. കളർ ചായപ്പൊടിക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് വിവിധ ഏജൻസികൾ ചെയ്യുന്നത്. ചായപ്പൊടിയിൽ മായം ചേർക്കുന്നത് കണ്ടെത്തുക പ്രയാസകരമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ക്യാമറമാൻ വ്യാസ്പി റാമിനൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.